പത്തനംതിട്ട കൂടൽമുറിഞ്ഞകല്ലിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് മരിച്ച 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങൾ സുജു ടി ബാബു നൽകും. സുജു, അതീവ ദുഃഖകരമായ സംഭവം. കല്ലടിക്കോട് വാഹനാപകടത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വാഹനാപകടം, അതിൽ നവദമ്പതികളടക്കം 4 മരണം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇവരുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണോ? എങ്ങനെയാണ് വിവരങ്ങൾ? ആൻ്റണി, നമ്മളിപ്പോൾ ഉള്ളത് മരണപ്പെട്ട അനുവിൻ്റെ വീടിൻ്റെ മുൻവശത്താണുള്ളത്. അനുവിൻ്റെ വീട്ടിലേക്ക് വൈദികരടക്കം നിരവധി ആളുകൾ എത്തുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആൻ്റണിയ പറഞ്ഞതുപോലെ അതീവ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ തന്നെ 4 പേർക്കാണ് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതായത് അനുവും ഭർത്താവ് നിഖിലിൻ്റെ അച്ഛൻ മത്തായി ഇപ്പൻ, അനുവിൻ്റെ അച്ഛൻ ബിജു പി ജോർജ് എന്നിവരാണ് ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് എത്തുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ ബസ്സിലേക്ക് ഈ സ്വിഫ്റ്റ് കാർ അവർ ഇടിച്ച് കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ 4 പേർ ഈ അപകടത്തിൽ മരണപ്പെടുന്നത്. അതിൽ 3 പേരുടെ ജീവനും അപകട സ്ഥലത്ത് വെച്ച് പൊലിയുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷമാണ് അനുവിൻ്റെ മരണം സ്ഥിരീകരണമുണ്ടാകുന്ന മരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അനുവിൻ്റെ വീട്ടിലേക്ക് നിൽക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറായി നിന്ന വീട്, ആ ക്രിസ്മസ് ട്രീ ഉൾപ്പെടെ കാണുവാൻ സാധിക്കുന്നതാണ്. അനുവും നിഖിലും വിവാഹം കഴിച്ചിട്ട് ഏതാണ്ട് 15 ദിവസം മാത്രമാണ് അത് പൂർത്തിയാകുന്നത്. മലേഷ്യയിലെ ആ വിനോദയാത്രയ്ക്ക് മധുവിധ ആഘോഷങ്ങൾ പൂർത്തിയാക്കി, അല്ലെങ്കിൽ അവിടെ വിനോദയാത്ര ശേഷം നാട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. 15 ദിവസം മാത്രം ഒരുപക്ഷെ നമ്മൾ നിൽക്കുന്ന ഈ വീടിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് നമ്മൾ ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ്. 15 ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹം നടക്കുന്നു. പിന്നീട് ഇവിടെ അവരുടെ ആ ആഘോഷവും സന്തോഷവും ഒക്കെ വിട്ടുമായുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ അപകടത്തിൻ്റെ രൂപത്തിൽ 4 പേരുടെ ജീവൻ പൊലിയുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ ഇപ്പോൾ മറ്റ് കേരളത്തിൽ ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ 2 അപകടങ്ങൾ ഉണ്ടായതിനെ പോലെ തന്നെ വലിയ ദുഃഖവും വലിയ വിഷമവും ഉള്ള സംഭവം തന്നെയാണ്. ഇവരുടെ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ അനുവിൻ്റെ അമ്മയുണ്ട്, സഹോദരൻ ഈ പോസ്റ്റ്മോർട്ടം നടപടിയായി ബന്ധപ്പെട്ട് ആശുപത്രിയിലും അവിടെ തിരക്കിലാണ്. നിഖിലിൻ്റെ സഹോദരി ഇനിയും വിദേശത്തു നിന്ന് എത്താനുണ്ട്. അതിനുശേഷമായിരിക്കും ശവസംസ്കാര ചടങ്ങുകളെപ്പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടാകുകയുള്ളൂ, നിശ്ചയിക്കുകയുള്ളൂ കുടുംബം. അങ്ങനെ ആ നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നിയമപരമായി പൂർത്തിയാക്കിയ ശേഷം ചെയ്തിരിക്കുകയാണ്. ഇതിന് അപകട കാരണമായിട്ട് പോലീസും കളക്ടറും ഒക്കെ സൂചിപ്പിക്കുന്നത് ഈ വാഹനത്തിലുണ്ടായിരുന്ന ബിജു പി ജോർജ് ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ആ കാര്യത്തിൽ കൂടുതൽ അന്വേഷണവും സ്ഥിരീകരണവും ആവശ്യവുമാണ്. തീർച്ചയായും സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ദുഃഖകരമായൊരു സംഭവം. അനുവിൻ്റെ വീട്ടിൽ നിന്നാണ് സുജു വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിഖിലിൻ്റെ സഹോദരി വിദേശത്ത് നിന്ന് എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.